Hi all, I am Rihanna here. Welcome back to the class of Mechanics of Solids. Today we are going to discuss about the shear force and bending moment diagrams of a simply supported beam with point load at midpoint. നമ്മൾ ഇന്നത്തെ ഓൺലൈൻ സെഷനിൽ shear force and bending moment diagram for a simply supported beam with point load at midpoint with point load at with eccentric point load പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ന്യൂമറിക്കൽ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് 4 meter ലെങ്ത് carries a point load of 3 kilonewton at the midpoint. Draw the Sfd&Bmd for the beam. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് 4 meter ആണ്. ഈ 4 meter ഉള്ള ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം അതിൻ്റെ മിഡ് പോയിന്റിൽ ഒരു 3 kilonewton ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ഡാറ്റ എന്തൊക്കെയുണ്ട്? ലെങ്ത് ഓഫ് ദ ബീം തന്നിട്ടുണ്ട് 4 meter അല്ലേ. സെൻട്രൽ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് തന്നിട്ടുണ്ട് 3 kilonewton. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സോ എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവും? 2 സപ്പോർട്ടിലും 2 വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. അതിനെ നമുക്ക് RA എന്നും RB എന്നും വിളിക്കാം. മിഡ് പോയിന്റിലേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ റിയാക്ഷൻസിന് ഈക്വൽ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ 2 ആയിരിക്കും അല്ലേ. അവർ ലോഡ് ഗിവൺ ഈസ് 3 kilonewton. Therefore RA is equal to RB is equal to W divided by 2, that is equal to 3 by 2, which we will obtain as 1.5 kilonewton. സോ നമ്മളിവിടെ ഗിവൺ ഡാറ്റ എല്ലാം എടുത്തെഴുതി നമ്മുടെ റിയാക്ഷൻസ് രണ്ടും കണ്ടുപിടിച്ചു. RA ഈക്വൽ ടു RB ഈക്വൽ ടു 1.5 kilonewton. അപ്പോൾ നമുക്ക് ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് 2 സെക്ഷൻ കൺസിഡർ ചെയ്യാം. ലോഡ് ആക്ട് ചെയ്യുന്ന ലെഫ്റ്റ് പോർഷനിലേക്കുള്ള സെക്ഷൻ എ സിയും റൈറ്റ് പോർഷനിലേക്കുള്ളത് സി ബി. നമുക്ക് എ സി എന്ന് പറയുന്ന പോർഷനിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം, എക്സ് എന്നൊരു സെക്ഷൻ. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് which is at a distance x from A. So shear force at x is equal to plus W by 2 ആണ് അല്ലേ, which is equal to plus 3 by 2, that is equal to plus 1.5 kilonewton. Similarly നമുക്ക് സി ബി എന്ന പോർഷനിൽ അനദർ സെക്ഷൻ കൺസിഡർ ചെയ്യാം, എക്സ് which is at a distance x from A. Therefore the shear force Fx is equal to minus W by 2, that is equal to minus 3 by 2, which is equal to minus 1.5 kilonewton. So the shear force varies in between A and B as plus 1.5 kilonewton to minus 1.5 kilonewton. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഷിയർ ഫോഴ്സ് പ്ലസ് 1.5 kilonewton ടു മൈനസ് 1.5 kilonewton ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ബേസ് ലൈൻ പ്ലോട്ട് ചെയ്തു, എ ബി, മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്തു സി അല്ലേ. അപ്പോൾ നമുക്കിവിടേക്ക് കിട്ടിയ 2 ഷിയർ ഫോഴ്സ്, 2 എൻഡിലെ ഷിയർ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. എയ്ക്കും സിക്കും ഇടയ്ക്കുള്ള ഷിയർ ഫോഴ്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ്. സോ ഈ പോർഷനിലെ ഷിയർ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. അത് വേരി ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയത് കാരണമാണ് നമ്മൾ പാരലായിട്ട് വരച്ചിരിക്കുന്നത്. വേരി ചെയ്യുന്നത് പ്ലസ് 1.5 kilonewton. സിമിലർലി സിയിൽ നിന്ന് ബിയിലേക്കോ കോൺസ്റ്റൻ്റ് ആണ്. അത് വേരി ചെയ്യുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് മൈനസ് 1.5 kilonewton. സോ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ നമുക്കിനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ എയിലെയും സിയിലെയും ബിയിലെയും ബെൻഡിങ് മൊമെൻറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ പോർഷൻ കൺസിഡർ ചെയ്തു, എ സി എന്ന പോർഷൻ കൺസിഡർ ചെയ്തു. അവിടേക്കൊരു സെക്ഷൻ വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ്, എ സെക്ഷൻ എക്സ് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സപ്പോർട്ട് എ നമ്മൾ കൺസിഡർ ചെയ്തു. സോ അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആർ എ ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എയുടെ വാല്യൂ നമുക്കറിയാം, W/2 ഇൻറ്റു എക്സ്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1.5 ഇൻറ്റു എക്സ് അല്ലേ. ഇനി നമുക്ക് എം എ മൊമെൻറ്റ് അറ്റ് എ സെക്ഷൻ എയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആർ എ ഇൻറ്റു എക്സ്, ആർ എ എന്ന് പറഞ്ഞാൽ 1.5 ഇൻറ്റു എക്സ്. എക്സ് ഉണ്ടോ എയിലാവുമ്പം? ഇല്ല, എക്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. ദെയർഫോർ എം എയിലെ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. എം സി എന്ന പോയിന്റിലാണെങ്കിലോ, ഇവിടെയാണ് സെക്ഷൻ ആക്ട് ചെയ്യുന്നതെങ്കിലോ 1.5 എക്സ് ആണ്. അതായത് 1.5 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ ഇത്രയും പോർഷനിലാവുമ്പം L/2, ലെങ്ത് 4 മീറ്റർ ആണ്. സോ L/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 3 kilonewton meter. So now we have obtained the moment at the portion A and moment at the portion C. അപ്പോൾ നമ്മൾ എ സി എന്ന് പറയുന്ന സെക്ഷൻ കൺസിഡർ ചെയ്തു. അവിടുന്ന് നമ്മൾ എം എയും എം സിയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എം ബി വേണം. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ കൺസിഡർ ചെയ്യാം. സി ബി എന്ന് പറയുന്ന പോർഷൻ കൺസിഡർ ചെയ്തു. അവിടെ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു, എക്സ് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സപ്പോർട്ട് എ അല്ലേ. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെൻറ്റ് നമ്മുടെ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു മൊമെൻറ്റ്, റിയാക്ഷൻ ആർ എ ഇൻറ്റു എത്ര ഡിസ്റ്റൻസിലാണ്? എക്സ് ഡിസ്റ്റൻസിൽ മൈനസ് വേറെ എന്താ ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ലോഡ് 3 kilonewton ആക്ട് ചെയ്യുന്നുണ്ട് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസിലാണ്? നമുക്കറിയാം സെൻട്രൽ പോയിന്റിൽ നിന്ന് എൻഡ് സപ്പോർട്ട് വരെ 2 മീറ്റർ ആണെന്നറിയാം അല്ലേ. എയിൽ നിന്ന് എക്സ് എന്ന സെക്ഷൻ വരെ എക്സ് ആണെന്നും അറിയാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത്രയും ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലേ. ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് അറിയേണ്ടത്. സോ -3 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? എക്സ് -2 ആകുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടില്ലേ. സോ എക്സ് -2. ദെയർഫോർ മൊമെൻറ്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ആറയുടെ വാല്യൂ നമുക്കറിയാം, 1.5x മൈനസ് 3x പ്ലസ് 6. Therefore mx will be obtained as minus 1.5x plus 6. ഇനി നമുക്ക് സി എന്ന പോയിന്റിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. Therefore mc is equal to minus 1.5 into സിയിൽ എക്സ് എത്ര ആവും? സിയിൽ എക്സ് എത്ര ആണ്? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അതെത്ര? 2 മീറ്റർ, L/2 ആണ് അല്ലേ. 2 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 6 വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ആസ് 3 kilonewton meter. നമ്മളിത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് എവിടുത്തെയാണ് വേണ്ടത്? എം ബിയിലെയാണ് വേണ്ടത്. സോ എം ബിയിലാവുമ്പോൾ മൈനസ് 1.5 ഇൻറ്റു എക്സ്, ഈ ഡിസ്റ്റൻസ് എവിടെ വരെ ആവും? ബി എന്ന പോയിന്റിലാവുമ്പോൾ എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ആവും അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു എൽ ആവും ബി എന്ന പോയിന്റിൽ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 4 മീറ്റർ. ദാറ്റ് ഈസ് 1.5 ഇൻറ്റു 4 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -6 plus 6 which is obtained as 0. So the bending moment is varying from at this section. സി ബിയിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? 3 എന്ന് പറയുന്ന ഹൈക്ക് വാല്യൂവിൽ നിന്ന് 0യിലേക്കാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ബേസ് ലൈൻ വരച്ചു, എ ബി. എ എന്ന് പറയുന്ന പോയിന്റിൽ മൊമെൻറ്റ് എത്ര? 0 ആണ്. ബിയിലോ 0 ആണ്.
സി എന്ന് പറയുന്ന മിഡ് പോയിൻ്റ് ആണ്. സിയിലെ മൊമെൻറ്റ് നമുക്ക് 3 kN ആണ്. സോ എ ബി എന്ന് പറയുന്ന പോർഷനിൽ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം പോസിറ്റീവായിട്ട് സ്ട്രെയിറ്റ് ലൈൻ 0 to 3 kN/m. സി ബി എന്ന് പറയുന്ന പോർഷനിലോ പോസിറ്റീവാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ബട്ട് ഇറ്റ് ഡിക്രീസസ് ഫ്രം 3 to 0. ഓക്കെ, ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. So we have calculated all the shear forces and plotted the shear force diagram as well as the bending moment diagram. നമ്മൾ SFDയും BMDയും വരച്ചു അല്ലേ. നമ്മുടെ SFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഡയഗ്രാം നമ്മൾ പ്ലോട്ട് ചെയ്തു. BMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിലേക്ക് മാത്രമാണ് നമുക്കൊരു ട്രയാങ്കുലർ ഷേപ്പിലെ BMD ആണ് കിട്ടുന്നത്. ഓക്കെ, that's all. Hope that you have understood.